ഹോംവർക്ക് ചെയ്തോ? ഞാൻ ചെയ്തിട്ടില്ലടാ. ഇല്ലടാ, ഞാൻ ചെയ്തില്ലടാ. ഇല്ലേ? ഞാനും ചെയ്തില്ലടാ. മിസ് വന്ന എന്നെ അടിക്കുവോ? ഞാൻ പറഞ്ഞ ബേക്കറിയിൽ പോയി കേക്ക് വാങ്ങി കഴിച്ചോ? എടാ കഴിച്ചടാ, സൂപ്പർ ആയിരുന്നു. ഞാൻ അന്നേ പറഞ്ഞതല്ലേ. അല്ലടാ, നീ കേക്ക് ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ലടാ, ഇന്നലെ തന്നെ അതെല്ലാം കഴിച്ച് തീർത്തു. അത് തീർന്നോടാ? തീർന്നു. എടാ സമൂസ മൂക്കേ, പോടാ. ഇനി ഞാൻ നിനക്കൊന്നും പറഞ്ഞു തരില്ല, പോടാ. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഇരുന്നോളൂ. കവിൻ, കവിൻ നിന്നെ വിളിക്കുന്നേ. എടാ, നിന്നെ മിസ് വിളിക്കുന്നുണ്ടടാ. പ്രസന്റ് മിസ്. സൈലൻസ്. കവിൻ, ഞാൻ ക്ലാസ്സിൽ വന്നതുപോലും അറിയാതെ നീ അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു? പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു മിസ്. പഠിച്ചോണ്ടിരിക്കുകയായിരുന്നോ? നീയോ? അതെ മിസ്. നാളെ തൊട്ട് നമ്മുടെ സ്കൂളിൽ എക്സാം തുടങ്ങുമല്ലേ. ഏറ്റവും കൂടുതൽ മാർക്കിന് വേണ്ടി ഭയങ്കര ആത്മാർത്ഥമായിട്ട് പഠിച്ചോണ്ടിരിക്കുക. അതാണ് മിസ് വന്നതുപോലെ ഞാൻ കാണാതെ പോയത്. എന്തിനാണ് എല്ലാവരും ചിരിക്കുന്നത്? എടാ, ക്ലാസ്സിൽ എക്സാം വെച്ചാലേ നിനക്ക് ലാസ്റ്റ് മാർക്കല്ലേ കിട്ടുക. ഇപ്പൊ നീ ഭയങ്കര സിൻസിയർ ആയിട്ടല്ലേ പഠിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാരും ചിരിക്കുന്നത്. പക്ഷെ നീ ഒരു നല്ല കോമഡി ആർട്ടിസ്റ്റാ. അയ്യോ അമ്മേ. ഇവളെന്നെ സ്ഥിരമായിട്ട് കളിയാക്കൊണ്ടിരിക്കുവാണല്ലോ. നീ എന്തിനാണ് ചിരിക്കുന്നത്? ശരി ശരി, എല്ലാവരും മിണ്ടാതിരുന്നേ അവിടെ. കവിൻ, നീ ഇത്ര പെട്ടെന്ന് നല്ല കുട്ടിയായിട്ട് പഠിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോ സന്തോഷം വരുന്നുണ്ട് ശരിക്കും. പക്ഷെ പഠിക്കുന്നെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിക്കാൻ നോക്കണ്ട. പഠിക്കുന്നുണ്ടെങ്കിൽ വളരെ സിൻസിയർ ആയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. അതുപോലെ എക്സാമിന്റെ തലേദിവസം അല്ല പഠിക്കേണ്ടത്. വർഷം മുഴുവൻ പഠിത്തത്തില് ഇതുപോലെ ഇൻവോൾവ് ആയിട്ടിരുന്ന് എന്റെ കയ്യിൽ നിന്ന് പണിഷ്മെന്റ് വാങ്ങാൻ നിൽക്കരുത്, കേട്ടല്ലോ? അതിന് ചാൻസ് ഇല്ല മിസ്. അയ്യോ അമ്മേ. എന്താ പറ്റിയേ? അത് വേറെ ഒന്നുമല്ല മിസ്. ഇവന്റെ അമ്മ എന്നെ പോലെ പഠിക്കാൻ പറഞ്ഞു. ശരി ശരി, എല്ലാവരും ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നോട്ട് എല്ലാം ടേബിളിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് പഠിക്കാൻ തുടങ്ങാം. എന്താടാ നീ കാണിക്കുന്നേ? എടാ, വിശക്കുന്നത് പോലെ തോന്നണ. ഇപ്പോഴല്ലടാ നീ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബിസ്ക്കറ്റ് റസ്ക് ഒക്കെ തിന്നത്. വീണ്ടും വിശക്കുന്നോ? അതേടാ, ഭയങ്കരായിട്ട് വിശക്കുന്നടാ. വയറ്റിന്റെ അകത്ത് പൂച്ചക്കുട്ടി ഓടുന്ന പോലെ തോന്നടാ. കുറുകുറു സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടടാ. ശരി, കുറച്ചു ക്ഷമിക്ക്. ഒരു 2 പീരീഡും കഴിഞ്ഞാ ലഞ്ച് ബ്രേക്ക് അല്ലേ, ആ സമയത്ത് കഴിക്കാം. അതുവരെ എനിക്ക് വിശപ്പ് താങ്ങാൻ പറ്റില്ലടാ. ബോധം കിടന്നത് പോലെ തോന്നടാ. നിക്കട, ഞാൻ ഒന്ന് മണം പിടിക്കട്ടെ. ആരുടെങ്കിലും കയ്യില് നല്ല ഭക്ഷണം ഉണ്ടെങ്കി നമുക്കെടുത്ത് കഴിക്കാടാ. എടാ കവിനെ, നിലയുടെ ലഞ്ച് ബോക്സിൽ വെജ് ബിരിയാണി ഉണ്ടടാ. നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്കത് അടിച്ചു മാറ്റിയാലടാ. എങ്ങനെയാ നോക്കാതെ കണ്ടുപിടിച്ചത്? എനിക്ക് സ്പെഷ്യലായിട്ട് മണം പിടിക്കാനുള്ള ശക്തി ഉണ്ടടാ. ഭക്ഷണം എവിടെയാ ഉള്ളതെന്ന് മൂക്ക് കണ്ടുപിടിച്ച് അതേതാ ഭക്ഷണം, എത്ര ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാം എനിക്ക് പറഞ്ഞു തരും. അങ്ങനെയാണോടാ? അതേടാ. നില നിന്നെ നോക്കി ചിരിച്ചില്ലേ? അവൾക്കുള്ള പണിഷ്മെന്റ് ആടാ ഇത്. അവളുടെ കയ്യിലുള്ള ടിഫിൻ ബോക്സ് നീ അടിച്ചു മാറ്റി കൊണ്ടുവാ.
മിസ് നമ്മളെ നോക്കും. ഡാ, എനിക്കും കൂടി കുറച്ച് താടാ. എന്നാ ടേസ്റ്റ് ഉണ്ട്. നീ മൊത്തം കഴിക്കുമെന്ന് തോന്നൂലോ. എനിക്ക് വിശന്നിട്ടല്ലേ എടുക്കാൻ പറഞ്ഞത്. ഡാ, നിനക്ക് വിശന്ന എനിക്കും വിശക്കില്ല. നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് അല്ലേ? നീ കുറച്ച് കഴിച്ചാ മതി. എന്റെ അച്ഛൻ ചിക്കൻ ബിരിയാണി ഉണ്ടായിക്കൊണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വരട്ടടാ, നമുക്ക് സെക്കൻഡ് റൗണ്ട് നോക്കാം. ആദ്യം ഇത് തീർക്കാം.